കാറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയുടെ വികാരി എന്നുള്ള നിലയിലും സഹവികാരി എന്നുള്ള നിലയിലും 2023 ഓഗസ്റ്റ് 1 മുതൽ അഭിനന്ദ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനി നിർമ്മിച്ച് ആക്കുകയുണ്ടായി. അന്നു മുതൽ ഇന്നുവരെയും അത്ഭുതകരമായിട്ട് നിരവധി സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുവാനും ഇടവകയുടെ ആത്മീകമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഒപ്പം നിരവധി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഈ ദേവാലയത്തിന്റെ പ്രൗഢിയും പഴമയും നഷ്ടപ്പെടാതെ ഇത് പുനരുദ്ധാരണം നടത്തുവാനും ഞങ്ങൾക്കിടയായി. ഈ കാലയളവിൽ ഞങ്ങളോടുകൂടെ സഹകരിച്ച അതാത് കാലങ്ങളിലെ കൈക്കാരന്മാർ, സെക്രട്ടറിമാർ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വിവിധ ആത്മീയ സംഘടനാ ഭാരവാഹികൾ, എല്ലാ ഇടവകക്കാരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി, സ്നേഹം, കടപ്പാടും ഞങ്ങൾ രണ്ടു വൈദ്യുതത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് അറിയിക്കും. ദേവാലയത്തിന്റെ പ്രസക്തിയും പ്രൗഢിയും മറ്റുള്ളവരിലേക്കും ജനസമൂഹങ്ങളിലേക്കും എത്തിക്കുവാനായിട്ട് പ്രത്യേകിച്ച് അനവധി വീഡിയോകൾ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതുവരെ ചെയ്യുകയുണ്ടായി. അങ്ങനെയുള്ള വീഡിയോകളുടെ അവസാനത്തെ ഞങ്ങൾ ചുമതലയിലിരിക്കുമ്പോഴുള്ള അവസാനത്തെ വീഡിയോ ആണ് ഇത്. പ്രത്യേകിച്ച് ഈ പബ്ലിസിറ്റി കമ്മിറ്റി നേതൃത്വം നൽകുന്ന വികാരി ബഹുമാനപ്പെട്ട VH മുയലച്ചൻ, അതുപോലെ തന്നെ എല്ലാ ക്രമീകരണവും നടത്തുന്ന വീഡിയോകളെല്ലാം എഡിറ്റ് ചെയ്തിരുന്ന ജിയോ, ജഹിൻ, മനീഷ്, ജോജിൻ, ബീമോൻ എന്നിവരോടുമുള്ള പ്രത്യേകമായ നന്ദി ഈ രണ്ടു വൈദ്യരുടെ പേരിലും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്തു. മലങ്കര സഭയുടെ തലപ്പള്ളി എന്ന് വിശേഷിപ്പിക്കാവുന്ന ആർപ്പാറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിൽ 1806 പുലിക്കോട്ടിൽ 1-ാമൻ തിരുമേനി ഈ ദേവാലയം നവീകരിച്ചതിന് ശേഷം 219 വർഷങ്ങൾക്ക് ശേഷം വിപുലമായിട്ടുള്ള ഒരു പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഈ ദേവാലയത്തിൽ നടക്കുകയുണ്ടായി. 25 ഫെബ്രുവരി 12, 13 തീയതികളിലായി പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി മോറൻ മാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനിയുടെയും ഇടവ മെത്രാപ്പോലീത്ത തിരുമേനി അഭിവന്ദ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനിയുടെയും മറ്റ് അഭിവന്ദരായിട്ടുള്ള 8 തിരുമേനിമാരുടെയും പ്രധാന സഹകാർമ്മികത്വത്തിൽ ഇതിന്റെ ഉദാശ നിർവഹിക്കുകയുണ്ടായി. ഞങ്ങൾ ഈ ദേവാലയത്തിന്റെ ചുമതല ഏറ്റുടനെ ഞങ്ങൾക്കുള്ള വലിയ ഒരു ഉത്തരവാദിത്വം വന്നു ചേർന്നത് ഈ ഊട്ടുപുര അതിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അത് വളരെ വിജയകരമായി പൂർത്തീകരിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. തന്നെ സെമിത്തേരി ചാപ്പലും നവീകരിക്കുവാനായിട്ട് ഇടയായി. പ്രത്യേകിച്ച് സെമിത്തേരി ചാപ്പലിന്റെ മുകൾ വശം മുഴുവൻ ഡ്രസ് വർക്ക് ചെയ്ത് പുരാതനമായ ഓടിട്ട് അത് പൂർത്തീകരിക്കുവാനും അതുപോലെ തന്നെ സെമിത്തേരിയിലെ കാർപ്പറ്റ്, മെഴുതിരിക്കാലുകൾ, മുതലായ എല്ലാ സാധനങ്ങളുടെയും ഒരു പുനർനവീകരണം ക്രമീകരണവും നടത്തുവാനായിട്ട് ഈ കാലയളവിൽ സാധിച്ചു എന്നുള്ളത് നന്ദിപൂർവ്വം ഓർക്കുകയാണ്. നവീകരണത്തോടൊപ്പം തന്നെ ദേവാലയത്തിന് ചുറ്റും 40,000 സ്ക്വയർ ഫീറ്റ് കട്ട വിരിച്ച് മനോഹരമാക്കുവാനും സാധ്യമായി എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്നത് തന്നെ. പള്ളിയുടെ വടക്ക് കിഴക്കേ മൂലയിൽ ഏകദേശം 45 അടിയോളം ഉയരത്തിൽ ഉള്ള ഒരു മണിമാളികയ്ക്ക് ശിലാസ്ഥാപനം നിർവഹിക്കുവാൻ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞു എന്നുള്ളത് ദൈവത്തെ നന്ദിയോടുകൂടെ ഓർക്കുകയാണ് ചെയ്യുന്നത്. പള്ളിയുടെ തെക്കേ ഭിത്തിയിൽ ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ പൗലോസ് ഇന്ത്യൻ കാതോലിക്ക ബാവ തിരുമേനിയുടെ അംശവസ്ത്രങ്ങൾ ഈ ഭിത്തിയിൽ സൂക്ഷിച്ചു. പള്ളിയുടെ വടക്കേ ഭിത്തിയില് കോടിൽ തിരുമേനിമാര് ഉപയോഗിച്ചിരുന്ന പൂജാ പാത്രങ്ങൾ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. 17 ചുഴലിക്കാറ്റിൽ നശിച്ചു പോയിരുന്ന അല്ലെങ്കിൽ പ്രവർത്തനം നിലച്ചിരുന്ന സൗണ്ട് സിസ്റ്റം ഈ കാലയളവിൽ പുതുക്കി ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു സൗണ്ട് സിസ്റ്റം ആർപ്പാറ്റ് കത്തീഡ്രലിനെ ഒരുക്കുവാനായിട്ട് ഇടയായി. സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിൽ ഈ ഭണ്ഡാരം ഈ കാലയളവിൽ തുടങ്ങുവാനായിട്ട് സാധിച്ചു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. പൂർവികരായ പരിശുദ്ധ പിതാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ദേവാലയത്തിനകത്തെ ഭീമ നവീകരിച്ച ദേവാലയ ഉദാസന ശേഷം മറ്റു പണികളെല്ലാം തീർത്ത് വീണ്ടും ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങുവാനും അതുപോലെ തന്നെ ആ ഭീമയിൽ ശുശ്രൂഷ ചെയ്യുവാനും സാധിച്ചു. ഇപ്പോൾ വലിയ ഭാഗ്യമായിട്ട് കാണും. സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിൽ ഒരു കൊടിമരം ഉണ്ടാവുക എന്നുള്ളത് ചിരകാലമായിട്ടുള്ള ഒരു സ്വപ്നമായിരുന്നു. അത് ഞങ്ങളുടെ ഈ കാലഘട്ടത്തിൽ അത് ആ സ്വപ്നം പൂവണിയാൻ ഇടയായി എന്നുള്ളതിൽ ദൈവത്തെ ബോധപ്പെടുത്തുന്നു. നാരായണ മേനോൻ ആർപ്പാറ്റ് സെന്റ് മേരീസ് കത്തീഡ്രലിനെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയ മംഗളശ്ലോകം ഉദാശയോടനുബന്ധിച്ച് അത് പുറത്തിറക്കുവാനായിട്ട് സാധ്യമായി. നവീകരണം വളരെ ഭംഗിയായിട്ടുള്ള നിലയിൽ ഇത് പൂർത്തീകരിച്ചു. അഭിവന്ദ ഡോക്ടർ യൂലിയോസ് തിരുമേനി ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയും നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. സെഷൻ അതിനോടുകൂടെ നിർവഹിക്കുവാനായിട്ട് സാധ്യമായി. എല്ലാ കാര്യങ്ങളും എഴുതി തയ്യാറാക്കി റെക്കോർഡാക്കി വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്യുവാനായിട്ട് ആ കാലഘട്ടത്തിൽ സാധിച്ചു. ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും
മികവുറ്റതാക്കുവാനായിട്ട് ഈ വർഷങ്ങളിൽ സാധിച്ചു എന്നുള്ളത്, ശമുവേൽ അച്ഛനോടൊപ്പം നിൽക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതിനുള്ള പ്രത്യേകമായ സന്തോഷവും ഈ സമയത്ത് അറിയിക്കുന്നു.